എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന അനിമി സീരീസിന്റെ എപ്പിസോഡ് 18 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹാന്യുവനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഹാവച്ചൻ അങ്ങനെ നിലയ്ക്ക് അവനൊരു സ്കിൽ യൂസ് ചെയ്ത് ലോ ഓഫ് ഗ്രാവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അതിൽ ഹാവച്ചന് നേരെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഗ്രാവിറ്റി കാരണം താഴെയിലോട്ട് പോകണം. എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ഉപയോഗിക്കുന്നു, പിന്നെ ഉപയോഗിക്കുന്നു, എന്നിട്ട് അടുത്തേക്ക് വരുന്നു. ഹാന്യു ഇപ്പോൾ അറ്റാക്ക് ചെയ്ത പോലെ എതിർക്കാൻ കഴിയില്ല. എങ്കിലും അവൻ ഔർ ഓഫ് ത്രോൺസ് എന്ന ഗാർഡിയനേറ്റ് സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചൊന്നും കഴിയില്ല ഗ്രാവിറ്റി സ്കില്ല് അത് ബ്രേക്ക് ആക്കാൻ. പിന്നും അവൻ്റെ മേൽ ഉപയോഗിക്കുകയാണ് ഓരോ അറ്റാക്ക്. ഒരു സാധാരണ സ്കില്ല് ഉപയോഗിച്ച് ഇതൊന്നും ഈ സ്കില്ലിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ഗാർഡിയനേറ്റിൽ ഹാവച്ചനെ ആകെ അറിയാവുന്ന ഒരു സ്കില്ലാണ് അത് മാത്രമായിട്ടും കഴിഞ്ഞില്ല. അവനാകട്ടെ ഓരോ സെക്കൻഡ് വീക്കായി വരുന്നത് പോലെ. പാസ്റ്റിലെ ഷിങ്ങു ഹാവച്ചനോട് പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഒരാൾ എന്തുകൊണ്ടാണ് ഡിസിപ്ലിനേറ്റും ഗാർഡിയനേറ്റും ഒരേ ടൈമിൽ കൾട്ടിവേഷൻ ചെയ്യാതെ പോകുന്നത് എന്ന് നിനക്കറിയാമോ? കാരണം ഇതിന് മെയിനായിട്ട് വേണ്ടത് എക്സ്റ്റേണൽ സ്പിരിച്വൽ പവറാണ്. അതായത് 200 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാവച്ചൻ 97 ലെവലും സൺ ഓഫ് ലൈറ്റ് ആയി മാറിയതും. അതുപോലെ ഒരുപാട് സ്പിരിച്വൽ പവറും സപ്പോർട്ടായിട്ട് വേണം. ഹാന്യു അവന്റെ അടുത്ത് അറ്റാക്കിനായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇത് രണ്ടുമുള്ള ആരും തന്നെ വന്നിട്ടില്ല. നീ മാത്രമാണ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ സൺ ഓഫ് ലൈറ്റ് ഹാൾ ഓഫ് നൈറ്റിലെ ആണ്. നിന്റെ ടാലന്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് കഴിയും. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഒയ്ത്തോ പ്രൊട്ടക്ഷൻ സ്കില്ല് അത് ഇടയ്ക്ക് ഉപയോഗിച്ച് അത് തടുത്തു. എന്നാൽ നിന്റെ ഐഡന്റിറ്റി എക്സ്ട്രീംലി സ്പെഷ്യലാണ്. അതങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. കാരണം നീ മാത്രമാണ് ഡുവൽ നൈറ്റ്. എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യും എന്ന് അന്ന് പറഞ്ഞത്. അതെല്ലാം ആലോചിച്ചിട്ട് എന്നോട് ക്ഷമിക്കുക, എനിക്ക് വേറെ വഴിയില്ല എന്ന് അവൻ ആദ്യമായിട്ട് ഡിസിപ്ലിൻ നൈറ്റിൽ പഠിച്ച സ്കില്ല് ഉപയോഗിക്കാനായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാം. അവൻ ഉറപ്പായി അത്ര പെട്ടെന്ന് ഉപയോഗിക്കില്ല എന്ന് വാക്ക് കൊടുത്തു. അവനോട് തോൽവി സമ്മതിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ റഫറി ഹാന്യു പോയി ജയിച്ചു എന്ന് പറയാനായിട്ട് വന്നതും പെട്ടെന്നാണ് അസാസിയ ഫോർമേഷൻ സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് മാസ്റ്റർ ഞെട്ടി, അതുപോലെ ലീഷനെ ഞെട്ടി. ഇതേ സ്കില്ല് തന്നെയാണ് എന്നാൽ ഗ്രീൻ ഡീമനായിട്ടുള്ള ഫൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ 2 സോഡ് അത് കയ്യിലെടുത്ത് ക്രോസ്, അത് നോർമൽ സ്കില്ലാണ്. അത് ഉപയോഗിച്ച് എന്നിട്ട് ഡിസിപ്ലിൻ നൈറ്റിലെ ഒരു സ്കില്ല് ലീഷൻ ഉപയോഗിക്കുന്ന സോഡ് അറ്റാക്ക് അത് ഉപയോഗിക്കുന്നതും അത് വളരെയധികം ആക്യുറസി ആയിട്ട് അവന് നേരെ ചെല്ലുന്നു. ഇതെങ്ങനെയാണ് ഇത്ര ആക്യുറസി ചെയ്ത് എന്ന്, അതുപോലെ ഡിസിപ്ലിൻ നൈറ്റ് സ്കില്ല് യൂസ് ചെയ്ത് എന്ന് വിചാരിക്കുകയാണ്. അത് അതിശയമാണ് ഹാനു ഉൾപ്പെടെ എല്ലാവർക്കും. ഹാനുവിന്റെ സോഡ് എടുത്താൽ മാത്രമേ ഇനി പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ബ്ലാക്ക് ഡെസേർട്ട് എന്ന സ്കില്ല് അത് യൂസ് ചെയ്യുന്നത്. അതെന്നത് ഡാർക്ക് പവർ ഒന്നുമില്ല, അവന്റെ ഗ്രാവിറ്റി സ്കില്ല് ഒന്ന് എൻഹാൻസ് ചെയ്തതുപോലെ ആ ഭാഗം മുഴുവൻ അങ്ങനെയാക്കും. എന്നാൽ അടുത്ത ഡിസിപ്ലിൻ നൈറ്റിലെ സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. ഒബ്സിഡിയൻ സ്ലാഷ് ആ സ്കില്ല് ആ ഷീൽഡ് വരെ പൊട്ടിച്ചു. അതും പോരാനായിട്ട് 5ാമത്തെ ലെവൽ ഡിസിപ്ലിൻ നൈറ്റിലെ ഏറ്റവും പവർഫുൾ മൂവായ ഹോളി നൈറ്റ് എന്ന സ്കില്ല് അതും ചെയ്യുന്നു. തുടർച്ചയായിട്ട് പല സ്കില്ലുകൾ. ഹോളി ലൈറ്റ് സോഡ് ഇത് ഉപയോഗിച്ച് ഡീമൺസിനെ വരെ കൊല്ലാൻ കഴിയും എന്നതാണ് ഇപ്പോൾ അവർക്ക് സംശയം. അവൻ ഗാർഡിയൻ നൈറ്റ് ആണോ അതോ ഡിസിപ്ലിൻ നൈറ്റ് ആണോ? അല്ല, അവനൊരു ഡുവൽ നൈറ്റ് ആണ് എന്ന സത്യം മാസ്റ്റർ. ഇങ്ങനെ 2 കൾട്ടിവേഷൻ സെയിം ടൈമിൽ ഉപയോഗിക്കുന്നത് തിയറി മാത്രമാണ് ഉള്ളത്. ആദ്യമായിട്ടാണ് കാണുന്നത് അവരുടെ ടീച്ചർ, ഒന്ന് ഡിസിബിള്, മറ്റൊന്ന് ഗാർഡിയനേറ്റും അങ്ങനെയുള്ളവരാകണം എന്നും ഹാൻകുവാൻ ഷിങ്യു മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വിട്ടത് ഇതുകൊണ്ടാണ്. ഗാർഡിയനേറ്റ് വെച്ച് പഠിപ്പിക്കാനായിട്ട്. ഹാനുവിൻ്റെ ഒരു അറ്റാക്കും വർക്കിംഗ് ആവുന്നില്ല എന്ന് മാത്രമല്ല അവൻ ഓടിയോട്ട് മാറുകയാണ്. ഇവൻ എങ്ങനെയാണ് ഇത്ര സ്പിരിച്വൽ എനർജി എന്ന് സംശയം ഹാനുവിനും ഉണ്ട്. അങ്ങനെ ഹാനുവിൻ്റെ സോഡ് എടുക്കാൻ പോയ ടൈം ഹാവച്ചനെ ഒരു അറ്റാക്ക് എതിർക്കാൻ നോക്കി. അവൻ്റെ ആ മാസ്കും പൊട്ടിപ്പോയി. അവസാനം കഴുത്തിലും കത്തിച്ച് ലെവൽ 5 ആയ ഹാനുവിനെ ലെവൽ 4 ആയ ഹാവച്ചൻ തോൽപ്പിച്ചു. ഒരു ടൈമും ഡിസിബിളും ഗാർഡിയനേറ്റും ഉണ്ട്. നീ ഒരു ഫോളാണ്, അല്ലെങ്കിൽ ഏറ്റവും ടാലന്റ് ഉള്ളവ എന്ന് പറയുകയാണ് വാങ്. ഹാവച്ചൻ പോകാൻ നേരം തോൽവി സമ്മതിക്കാതെ, ഇല്ല എൻ്റെ ബീസ്റ്റ് ആർമർ ഉപയോഗിക്കാതെയാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ റെഫർ തടഞ്ഞു. എന്നാൽ അത് കാര്യമാക്കാതെ ഹാന്യു. അപ്പോൾ ഹാൻകുവാൻ വഴക്കുറയുന്നു. അവനൊരു നൈറ്റാണോ എന്നൊക്കെ. നൈറ്റിലെ റൂൾസ് അത് പറയുമ്പോൾ അവനാകട്ടെ ഒന്നും ഓർമ്മ വരുന്നില്ല. എന്തോ മറന്നുപോയോ? ബാക്കിയുള്ളവരോട് പറയാനായിട്ട് പറയുന്നു. എല്ലാവരും പറയാനായിട്ട് തുടങ്ങി. അതെല്ലാം കേട്ട് ഒന്നും പറയാനാകാതെ നിൽക്കണം. അവനോട് എവിടെ നിന്റെ ഡിസിപ്ലിൻ, എവിടെ നിന്റെ ഹ്യൂമാനിറ്റി, എവിടെ നിന്റെ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം റൂൾസ് എല്ലാവരും പാലിക്കണം, നിനക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹാനുവിനെ നൈറ്റ് ടെമ്പിളിൽ നിന്നും പുറത്താക്കാൻ പോകുന്നു. അത് കേട്ട് ഹാനു മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അവൻ ഇനി മുതൽ ഒരു നൈറ്റ് ആകില്ല. അതുപോലെ ഹാവച്ചൻ ഏറ്റവും വലിയ അപമാനം ആയിരിക്കും എന്ന് മനസ്സിലും വിചാരിക്കുകയാണ്. ഹാവച്ചൻ അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരും പെർഫെക്റ്റ് അല്ല, ഇത് പണിഷ്മെന്റ് കൂടിപ്പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹാനു എന്താ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട എന്ന്. അതുകൂടി കേട്ടപ്പോൾ ഹാവച്ചനോട് ഞാൻ തീരുമാനിച്ചു ഇനി മുതൽ നൈറ്റ് 4 പുറത്താകുന്നു. അതോടെ ഹാവച്ചൻ ജയിച്ചു എന്ന് മാത്രമല്ല ലെവൽ 5 തോൽപ്പിച്ചതുകൊണ്ട് അടുത്ത മത്സരം വേണ്ട, ഡയറക്റ്റ് ഫൈനലിലേക്ക് കയറി ടോപ്പ് 10 ഫസ്റ്റ് പൊസിഷൻ ആകണം.
എല്ലാവരും അത് കേട്ട് നൈറ്റ് ടെമ്പിൾ കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് ഒരാൾ ഫൈനലിൽ കയറി എന്ന് പറയുന്നത്. അങ്ങനെ അത് അവിടെ കഴിഞ്ഞ് ലീഷിന് എത്തി നോക്കിയിട്ട് കാര്യം പറയുമ്പോൾ നമ്മുടെ മാനേഴ്സ് കാണിക്ക് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ടീച്ചർ എന്ന ഹാവച്ചനെ വഴക്ക് പറയുന്ന പോലെയല്ല, ബെഗ് ചെയ്യുന്നത് പോലെയുണ്ട്. മാസ്റ്റർ എത്തി നോക്കുന്നത്, അത് പിന്നെ മാനേഴ്സ് ഉണ്ടായി. അവർ വരുന്ന കണ്ട് അവർ അടുത്തെത്തിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ മാസ്റ്ററിനോട് നല്ല ടാലൻ്റുള്ള സ്റ്റുഡൻറ്റിനെ നിനക്ക് കിട്ടി, ഇവൻ അടുത്ത ഗ്ലോറി ഉണ്ടാക്കാൻ ശരി പോകുന്നെന്ന് പറഞ്ഞു പോയി. ഹാൻകുവാൻ പോകുമ്പോൾ ലീഷൻ ഹാവച്ചനോട് നീ പൊളിയോടാ, എൻ്റെ അനിയൻ ഫൈനലിൽ കയറില്ലോ. മാസ്റ്റർ അവനോട് മുൻപ് സംസാരിച്ചത് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹാനു എൻ്റെ ഗാർഡനേറ്റ് ആകട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ അതിന് സമ്മതിച്ചില്ല. അത് കേട്ട് ഗാർഡനേറ്റോ അതെന്താണെന്ന് ലീഷിന് അറിയില്ല. അപ്പോഴാണ് പറയുന്നത് ഒരു നൈറ്റ് മാസ്റ്ററായിട്ട് ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡായിട്ട് ലൈഫ് ലോങ് ബോണ്ട് ചെയ്യും. അത് ഹാവച്ചൻ്റെ മാസ്റ്ററായിട്ട് ഹാനു ഏറ്റെടുക്കണം. അഥവാ ആ മാസ്റ്റർ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആകുകയാണെങ്കിൽ ജീവൻ കൊടുത്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഹാവച്ചൻ്റെ മറ്റൊരു ലൈഫ് പോലെ. അതാണ് വേണ്ട എന്ന് പറഞ്ഞത്. അത് എനിക്ക് വീടായിട്ട് തോന്നി. ഇതൊരിക്കലും നല്ലതല്ല, അവൻ അഹങ്കാരമാണ് എന്ന് പറയാണ് ലീഷിനും. ഈ കാര്യം ലീഡറായ ഹാൻകുവാൻ മറന്നാൽ നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളാണ് ഹീറോയിൻ്റെ കാര്യം ഓർമ്മ വന്നതും ഞാൻ എനിക്ക് പ്രാക്ടീസ് ചെയ്യാണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ പോയി. ഇവനെന്താ എത്ര പെട്ടെന്ന് പോയി? ഇതേ കാര്യമാണ് എന്നെ ടെൻഷനാകുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവൻ വരുമ്പോൾ പെട്ടെന്ന് മർഡർ ഔറ അത് യൂസ് ചെയ്യുന്നു. അതവനെ മനസ്സിലായില്ല. നമ്മുടെ മിസ് ഈ ഔറയുടെ ചെയ്തെങ്കിൽ അത് യൂസ് ചെയ്തെങ്കിൽ ഒരുപാട് നാളായി, ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ അവനെ കൊല്ലാനാകും എന്നൊക്കെ വിചാരിക്കുകയാണ്. അവന്മാര് കുറേ നേരം കാത്തിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ അവൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ഔറ മാറ്റിയിട്ട് അവനെ ചെക്ക് ചെയ്യുന്നു. അവന് കുഴപ്പമുണ്ട് എന്നൊക്കെ നോക്കുകയാണ്. അവന് കുഴപ്പമില്ല, ഞാൻ ഇഞ്ചുറി പറ്റിയെന്ന് അറിഞ്ഞു അതാണെന്ന്. അവരാണെങ്കിൽ അവര് കുഴപ്പമില്ല, ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കാണാൻ കഴിയില്ല എന്ന സാധാരണ ആൾക്കാരൊക്കെ നന്നായിട്ട് കേൾക്കാനറിയാം. അങ്ങനെ കേട്ടതാണ്. അവൻ അപ്പോഴാണ് ഡീമൺ ഹണ്ടർ ട്രയലിൻ്റെ കാര്യവും അതിൽ സ്ട്രോങ് ആയ ഒരാളാണെന്ന് പറഞ്ഞത്. എനിക്ക് ചെറിയ പരിക്ക് പറ്റി. അത് കേട്ട് അവൾക്കൊന്നും ടെൻഷനേ ഇല്ലില്ല. ഞാൻ ഒരു നൈറ്റാണ്, ഇതൊക്കെ സാധാരണ. അവളെ കൊണ്ട് പോകാനായിട്ട് കൈ പിടിച്ച് പോകുന്നു. അത് അവൾക്കൊരു ഫീലിങ്സ് പോലെ. അങ്ങനെ പോവുകയാണ്. അവിടെ ഫയർ വർക്ക് അതിൻ്റെ സൗണ്ട് കേട്ട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. അതെങ്ങനെയാണ്? വളരെ ബ്യൂട്ടിഫുൾ. അതിനെക്കുറിച്ച് കയ്യിൽ എഴുതി കൊടുക്കുകയാണ്. അതെങ്ങനെയുണ്ടെന്ന്. അതുപോലെ വെയിൽസിനെ പറ്റി അതായത് അവൾ ഇമാജിൻ ചെയ്യുന്നു. ചെറുപ്പത്തിൽ അവൾക്ക് സംസാരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇതേ രീതിയാണല്ലോ ചെയ്ത്, ആ രീതിയിൽ അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം അവളെ കൊണ്ടാക്കുന്ന ആ പ്ലേസിലും എത്തി. അവൾ നാളെനായി അവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് നാളെ മാച്ചില്ല, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് നിൽക്കാം. അവൾ ശരിയെന്ന് പറയുമ്പോൾ അവനോട് അധികം ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട, അതിന് എനിക്ക് സ്ട്രോങ് ആകണം, എന്നാൽ മാത്രമേ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് അറിയാതെ അവൻ പറയുമ്പോൾ അവൾ അത് കേട്ടൊരു വെപ്രാളം പോലെ ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അവൾക്ക് ഹാപ്പി, അവൻ അത്രയും ഹാപ്പി. അവൻ പോയപ്പോൾ അവളുടെ ആൾക്കാരെ വിളിച്ചിരുത്തി. ഇന്ന് ഹാവച്ചനായിട്ട് ഫൈറ്റ് ചെയ്തത് അവനെ ഹർട്ടാക്കിയത് ആരെന്ന് നോക്ക്, പ്രോബ്ലം ആണെങ്കിൽ അവനുള്ള മെഡിസിൻ അത് കൊടുത്തേക്ക്. കാര്യം മനസ്സിലാക്കി അവർ പോകുന്നു. ഈ സമയത്ത് ഹാൻകുവാൻ്റെ മുൻപിൽ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കിയോ, അതാണ് നീ മനസ്സിലാക്കാത്തത്. അത് കേട്ട് ഇതിന് 1000 തവണയായിട്ട് കേട്ടു എന്ന് ഗ്രാൻഡ് എന്ന് എടുത്തു പറയുന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഹാനുവിൻ്റെ ഗ്രാൻഡ് പേണ് ഹാൻകുവാൻ എന്ന്. എത്ര പറഞ്ഞാലും നീ തിരുത്തില്ല, പിന്നെ എന്തിനാ എന്നെ വിളിച്ചെന്ന് നോക്കുമ്പോൾ നേരെ വന്നിട്ട് ഒരാട്ടി സത്യം പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ നിന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയോ? എന്നെയും. നിങ്ങളുടെ പൊസിഷൻ മാത്രം നോക്കി അങ്ങനെ നോക്കില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ മരിക്കില്ലായിരുന്നു. ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ മരിക്കുമെന്ന് അറിയാഞ്ഞിട്ടും വിട്ടുകൊടുത്ത്. ഫ്ലാഷ് ബാക്കിൽ അന്ന് കണ്ടത് അവൻ്റെ അച്ഛനമ്മ ഡീമൺസിനെ കൊല്ലാൻ പോകുന്നതും അതിൽ കഴിയാതെ മരിച്ചു പോയതാണ്. അങ്ങനെ അവൻ്റെ പാരൻസിനെ നഷ്ടപ്പെട്ടു. അതിന് ഹാൻകുവാൻ നിനക്കിതുവരെ മനസ്സിലായില്ല, ഞാൻ ഒരു നൈറ്റ്, നിൻ്റെ അച്ഛനൊരു നൈറ്റ്, നീ ഒരു നൈറ്റ്, നമ്മളെല്ലാം നമ്മുടെ ജോലി ആ കർത്തവ്യം ചെയ്യണം. നിൻ്റെ അച്ഛൻ അത് ഡേഞ്ചറാണ് എന്ന് അറിഞ്ഞിട്ടുമാണ് നിന്റെ ജീവൻ കൊടുത്തത്, എന്നാൽ നീയോ ഇന്ന് കാണിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനന്ന് ചെവി കൊടുക്കുന്നില്ല. ഹാനു ഇങ്ങനെ ആകാൻ കാരണം ഹാൻകുവാൻ അന്ന് അവൻ്റെ പാരൻസിന് ഡീമൺസിന്റെ മുൻപിൽ കൊല്ലാനായിട്ട് ഇട്ടുകൊടുത്തു എന്ന മൈൻഡാണ്. ആ പകയാണ് ഇങ്ങനെ ആയത്. നിന്റെ ഡ്രീമായിരുന്നില്ല ഡീമൺ ഹണ്ടർ ട്രയൽ ഗ്രൂപ്പ്, ഡീമൺ ഗോഡിനെ കൊല്ലുന്നത്. പിന്നെ എന്തിനാ എന്നെ പുറത്താക്കിയെന്ന് ചോദിക്കുമ്പോഴാണ് നിന്നെ പുറത്താക്കിയതിന് കാരണം എന്ന് പറഞ്ഞ് കുറച്ച് ഗോൾഡ് കൊടുത്തിട്ട് ഇതുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ വരാം, പിന്നെ വേറൊരു ചാൻസ് ഹാവച്ചൻ്റെ ഗാർഡനേറ്റായിട്ട് ഡീമൺ ഹണ്ടർ ട്രയൽ ഗ്രൂപ്പിൽ ചേർന്ന 5 വർഷം. അത് കേട്ട് ഞെട്ടിപ്പോയി. അവന് കാരണമാണ് ഇങ്ങനെ ആയത് എന്ന മൈൻഡ് ഉണ്ടല്ലോ. ആ പൈസ എടുത്ത് എറിഞ്ഞു. അവൻ കൂടെ വരുന്നില്ല എന്ന്. അവൻ്റെ കൂടെ ചേർന്ന് ആ ഡ്രീം അത് അച്ചീവ് ചെയ്യാൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് വേണ്ടത് എന്തെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടോ, എന്തെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ വല്ലതും വെച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് പറ എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. നീ എന്തെങ്കിലും അത് മനസ്സിലാകും എന്ന് ഹാൻകുവാൻ മനസ്സിൽ. അവൻ പോയപ്പോൾ അവിടെയുള്ള ലെറ്റർ
അത് പാസ്റ്റില് ഒരാൾ ഹാവച്ചന്റെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്തു. ഷിങ്യുവിന്റെ മകനാണ് എന്ന സത്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവൻ ഇത്രയും ടാലന്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിപ്ലിനേറ്റിന്റെ മകൻ ഹാനുവിന് ഹാവച്ചൻ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.